സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ കേട്ടോ. നല്ല ലക്ഷങ്ങൾ മുടക്കിയാണ്ട് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ്ട് ഒലിപ്പുഴയൊക്കെ കുറുകെ കെട്ടിയൊരു ബണ്ടിൻ്റെ അവസ്ഥയാണ്. ഇതൊന്ന് കണ്ടു നോക്കി. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ദിവസമാണ് ഇന്ന്. നമ്മൾ പണിക്കാരൊക്കെ വാങ്ങിയാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ല വെയിലും ഉണ്ട്. ഇട്ടാച്ചി അവിടെ മാന്തി ചാക്ക് കട്ടിയിടാൻ ലെവലാക്കുന്നുണ്ട്. കഴിഞ്ഞൊക്കെ പ്ലാസ്റ്റിക് ചാക്ക് ആയതുകൊണ്ട് എല്ലാവരും പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് മരവെള്ളം വന്നാൽ പിന്നെ ചാക്ക് പൊളിച്ചാണ്ട് അപ്പുറത്തിലെ തൊടുവൊക്കെ പോയിട്ട് അവിടെ കളക്കുമ്പോൾ ഇതിനൊക്കെ പ്ലാസ്റ്റിക് ചാക്ക് ഇട്ടാണ് പറഞ്ഞാണ്ട് പരാതി കൊടുത്താണ്ട് ഇപ്പോൾ കുറി ശരിയാക്കാനാണ് കുറി നൂൽച്ചാക്ക് കൊടുത്ത് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ നല്ലൊരു വിഷയം വേറെ നടന്നത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ഹിറ്റാച്ചി മണ്ണൊക്കെ മാന്തി അവിടെ ചാക്കട്ടിടാൻ നിലമൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. കണ്ടമാനം മണ്ണുകൾ ഉണ്ടാവും. ഈ വർഷക്കാലം നല്ല മണ്ണ് വന്ന് അടിമല വെള്ളത്തിൽ. ഹിറ്റാച്ചിൻ്റെ പരിപാടി കഴിഞ്ഞാണ്ട് പോകാൻ നിൽക്കുകയാണ്. ഇവിടെ ലാസ്റ്റ് ഇറങ്ങുന്നിടത്തും കൂടിയും ക്ലിയർ ആക്കുകയാണ്. പമ്പ് ഹൗസിൻ്റെ അവിടെയുള്ള പാലത്തിൻ്റെ ഇവിടെയുള്ള അവസ്ഥയാണ്. വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ട് മലവെള്ളത്തിലെ വേസ്റ്റും ഈ ചത്തവും ചെയ്യുന്ന എല്ലാ കോഴിപ്പാട്സും വന്ന് അടിയണത്. അത് എല്ലാ വർഷവും ഇവിടുത്തെ ആളുകൾ വന്നുകൊണ്ട് ക്ലീൻ ആക്കണേ. അതിനൊരു പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ചീപ്പിടാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അവസ്ഥ ഈ മട്ടത്തിലായിപ്പോൾ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വന്നതുപോലെ വെള്ളം കൊലി നിന്ന ടൈമിലാണ് ഇവിടെ കെട്ടൽ തുടങ്ങിയിട്ട് തന്നെ. പല ഭാഗത്തും കെട്ടിക്കഴിഞ്ഞിട്ടാണ് ഇവിടെ കെട്ട് തുടങ്ങിയത്. അപ്പോൾ വെള്ളം ഏകദേശം ഒലി നിന്നിക്കണ്. ഓരോ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ പറയണത് വെള്ളം ഉണ്ടാവുമെന്ന് അറിയണുണ്ടോ. 2 തലി മൂട്ടിയാണ്ട് ഇതിൽ സെൻറ്ററിൽ ഫ്രീ ആക്കി അങ്ങനെ വിട്ടുകയാണ്. ഇവിടെ ആളുകളൊക്കെ പറഞ്ഞു ഇവിടെ ചാക്കിട്ടാണ്ട് മൂട്ടാം. അതുപോലെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, വെള്ളം എന്തുന്നാണെന്നാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. മറ്റേതിൽ കെട്ടുവിടെ സെൻറ്ററിൽ മുഖത്ത് നല്ലോണം വെള്ളം മറിഞ്ഞു പോണതാണ്. ഇവിടെ പണിക്കാരും പറഞ്ഞേക്കണ ഓരോട്, ഇവിടെ നാട്ടുകാരും പറഞ്ഞേക്കണ് അവിടെ സെൻറ്റർ മൂട്ടാൻ, എന്നാലേ വെള്ളം എന്തുള്ളൂ എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഓല അതൊന്നും കേട്ടില്ല. ഓരോ ഐഡിയ ഒക്കെ ചെയ്തതാണ്. താഴെ കെട്ടുന്ന അവിടെ ഒരു ചാക്ക് അടിയിൽ തന്നെ വരിട്ടാൽ തന്നെ ഇവിടേക്ക് വെള്ളം എന്തിനാണ്. ഇപ്പോഴും ഇവിടേക്ക് വെള്ളം എന്തിയിട്ടില്ല. പമ്പ് ഹൗസിൻ്റെ അവിടെ തന്നെ വെള്ളം എത്തിയില്ല. ഇതാണ് ഇക്കുറത്തെ കെട്ടിൻ്റെ അവസ്ഥ. കെട്ടിൻ്റെ പണി ഏകദേശം തീരാനായിക്കണ്. ഇപ്പം തന്നെ വെള്ളം നോക്കാണി തീരെ വെള്ളമല്ല. മറ്റേത് കെട്ടുന്ന ടൈമിൽ ഒരു സെൻറ്ററിൽ ലാസ്റ്റ് മൂട്ടണതിലൊക്കെ വെള്ളം നല്ലോണം നിറഞ്ഞ് ഒഴിക്കണതാണ്. ഈ സെൻറ്ററിൽ കൂടെ ഇപ്പോൾ നിന്ന് പണിയെടുക്കണം. അവിടെയൊക്കെ അവിടെ ഒന്നും ഒരു തുള്ളി വെള്ളം മേലേക്ക് എത്തിയില്ല. എന്നിട്ട് പോലും പറയുന്നത് 2 ദിവസം കൊണ്ട് വെള്ളം എന്തെന്ന് അറിയണത്. ആര് പറഞ്ഞു കേട്ടിട്ടില്ല. ഓല ആ മേൽനോട്ടം വഹിക്കുന്ന ആളുകളാണ് ഓല ഐഡിയ ഒക്കെ ചെയ്തതാണ്. ഇവിടെ പണിയെടുക്കുന്ന സ്ഥിരം പണിയെടുക്കുന്ന ആളുകൾ പറഞ്ഞ പോലും കേട്ടിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി തൂര് പഞ്ചായത്തിൽ പോയ 10-ാമ്പാടിൻ്റെ അടിയിൽ കെട്ടിയൊരു ബണ്ടാണ് പയക്ക കുറുകെ. ആകല്ല വെള്ളമാണിത്. അടിയത്തെ ഒരു ലൈന് വരെ ഉള്ളൂ. ചാക്കിട്ടിൻ്റെ ഒരു ലൈന് വരെ വെള്ളമുള്ളൂ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അല്ലേ, വെള്ളമല്ലാതെ ഏന്തിയിട്ട് തന്നെ അല്ല, വേനലായിട്ടുള്ളൂ. അതാണ് കുടിവെള്ള പമ്പ് ഹൗസ് ഇവിടുത്തെ അവസ്ഥയാണിത്. തീരെ വെള്ളമല്ല. കെട്ടൊലി നിന്നിട്ടാണ് ഒരു കെട്ടൽ തുടങ്ങിയിരിക്കണത്. എന്താവും ഇതിനൊക്കെ പറയാം. കെട്ട് കഴിഞ്ഞിട്ട് 2 ദിവസമായി. ഇപ്പോൾ ഇതിൽ വെള്ളം ഏന്തിയില്ല. അന്നാ ഏന്തിയ വെള്ളം തന്നെയാണ്. ഉദ്യോഗസ്ഥരോട് പറഞ്ഞ പോലെ അന്ന് ചാക്കിട്ട് വെള്ളം ഒലിച്ചിനെ തടയാൻ നിന്നില്ല. മറ്റേ കെട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇതിൻ്റെ മേലെ കൂടെ വെള്ളം ഒലിച്ചു പോകണേന്. അതിൻ്റെ അടിയിൽ ഒലിച്ചാൽ അടിയിൽ തന്നെ വെള്ളം ആയിരുന്നു. നിരന്നിട്ട് തന്നെ അല്ല വെള്ളം ഉണ്ടോ. ഇവിടെയൊക്കെ കര കണ്ട് നിൽക്കുക. മറ്റേ ഫുള്ള് നിറഞ്ഞ് നിൽക്കണേന്. ആരോട് പറയാൻ, എന്ത് പറയാൻ. തൂർ പഞ്ചായത്തേക്ക് ഏകദേശം വാർഡുകളൊക്കെ ഉള്ള കുടിവെള്ള പദ്ധതിയുള്ള സ്ഥലമാണിത്. ഇവിടുത്തെ പമ്പ് ഹൗസിൽ നിന്നാണ് പല വാർഡുകൾക്കും പോണത്. ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ ഈ വെള്ളം വലിയും. ഇതിനൊന്നും പൈസ തന്നെ കൊടുക്കുക. ഇത് കരാറെടുക്കുന്ന ആളുകൾ കണ്ടോ. ഇതിലൊക്കെ നിറഞ്ഞു ഒളിച്ചാണ് കെട്ട് കഴിഞ്ഞാൽ. വെള്ളം തന്നെ അല്ല, അടിയിപ്പം കണ്ടോ. അതാണ് കെട്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുള്ള അവസ്ഥയാണ്. കെട്ടൊക്കെ നല്ല സൂപ്പറായി നിൽക്കുന്നുണ്ട്. വെള്ളം എത്ര പെട്ടെന്ന് വലിഞ്ഞത്. മറ്റേ കെട്ടിക്കഴിഞ്ഞ ഒരാഴ്ചനാകുമ്പോൾ ആ കാണുന്ന ബീമിൻ്റെ കെട്ടിൻ്റെ കോൺക്രീറ്റ് കെട്ടിൻ്റെ നിറഞ്ഞ് നിൽക്കുന്നതാണ് വെള്ളം. അതൊന്നും നിൽക്കുന്നുണ്ടായില്ല. ഇതുപോലെ അനാസ്ഥയാണിത്.